നമസ്കാരം, വെൽക്കം ടു മൈ ചാനൽ ജിൻസീസ് കിച്ചൻ. അപ്പോൾ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു ഈസി ആയിട്ടുള്ള മിക്സ്ചറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ്, ഒരു 3-4 ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് നമ്മൾ ഈ മിക്സ്ചർ തയ്യാറാക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. നമ്മളിതിനകത്ത് കപ്പലണ്ടി അങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും ഇടുന്നൊന്നുമില്ല. വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് നമുക്കൊരു മിക്സ്ചർ തയ്യാറാക്കി എടുക്കുന്ന റെസിപ്പിയാണ് ഞാനിന്നിവിടെ കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈസി ആയിട്ടുള്ള മിക്സ്ചർ തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വരാം. അപ്പോൾ മിക്സ്ചർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇത്ര ഐറ്റങ്ങളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇത് കറക്റ്റ് ഒരു 2 കപ്പ് കടലമാവാണ്. അപ്പോൾ ഇതാണ് എൻ്റെ കപ്പ് എന്ന് പറയുന്നത്. ഇത് 250 ml കപ്പാണ്. അപ്പം ഇതിന് 2 കപ്പ് കടലമാവാണ് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. പിന്നീട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ ഉപ്പ്, പിന്നെ ഇതൊരു 3 തണ്ട് കറിവേപ്പില, ഇതൊരു 5 അല്ലി വെളുത്തുള്ളി മൊത്തത്തിലിട്ട് ഞാൻ ചതച്ച് വെച്ചിരിക്കുകയാണ്. അത് തൊലിയൊന്നും കളഞ്ഞിട്ടൊന്നുമില്ല. അപ്പം അത് ജസ്റ്റ് ആദ്യം നമ്മൾ ആ വെളുത്തുള്ളി എടുത്ത് ജസ്റ്റ് ഒന്ന് കഴുകിയതിന് ശേഷം ഞാൻ ടിഷ്യൂ പേപ്പർ കൊണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് തുടച്ചു. എന്നിട്ട് അതിന് ശേഷം ഞാൻ മൊത്തത്തിലിട്ട് ഞാൻ ഇത് ക്രഷ് ചെയ്തെടുത്തിരിക്കുകയാണ്, ചതച്ച് വെച്ചിരിക്കുകയാണ്. പിന്നീട് നമുക്കൊരു നുള്ള കായം വേണം. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് മിക്സ്ചർ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ഇനി എങ്ങനെയാണ് നമുക്ക് മിക്സ്ചർ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം ഒരു ബൗൾ എടുത്ത് വെക്കുക. എന്നിട്ട് ഇതിലോട്ട് നമ്മൾ ഈ എടുത്ത് വെച്ചിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് കറക്റ്റ് 2 കപ്പ് കടലമാവ് ഇട്ട് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് ഇതിലോട്ട് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ട് കൊടുക്കാം, കറക്റ്റ് 1/4 ടീസ്പൂൺ. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഒരു നുള്ള് കായം. ഇനി ഇതിലോട്ട് 1 കപ്പ് വെള്ളമാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് വീതം ഒഴിച്ചു കൊടുത്ത് നമുക്ക് കറക്റ്റ് ഒരു ഇടിയപ്പത്തിൻ്റെ ആ ഒരു പരുവം ഉണ്ടല്ലോ, ആ ഒരു പരുവത്തിന് നമുക്കിത് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്, കുഴച്ചെടുത്തിട്ടുണ്ട് മാവ്. അപ്പോൾ ഞാൻ 1 കപ്പ് വെള്ളമാണ് എടുത്ത് വെച്ചിരുന്നത്. പക്ഷേ ഇതിൽ നിന്ന് കറക്റ്റ് ഞാനൊരു 1/2 കപ്പിലും ഇത്തിരി കൂടെ കൂടുതലേ ഞാൻ ഇതിനകത്ത് ഒഴിച്ചു കൊടുത്തുള്ളൂ. കാരണം അത്രയും നമുക്ക് ആവശ്യം വേണ്ടി വന്നുള്ളൂ. ഇനി അടുത്തതായിട്ട് നമുക്കിത് നമ്മുടെ ഇടിയപ്പത്തിൻ്റെ അച്ചിലോട്ട് നമുക്ക് ഈ മാവ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുമാതിരി ഒരു ഇടിയപ്പത്തിൻ്റെ അച്ചെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഈ ഇടിയപ്പത്തിൻ്റെ അച്ചിൻ്റെ ഏറ്റവും ചെറിയ ഹോളുള്ള അച്ചുണ്ടല്ലോ, അത് വേണം ഇതിലോട്ട് നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട്. വളരെ ചെറിയ ഹോൾസുള്ള അച്ച് വേണം ഇതിലോട്ട് ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് ഈ മാവ് നമുക്ക് ഈ അച്ചിലോട്ട് ഇട്ട് കൊടുക്കാം. ആദ്യം കുറച്ച് വെള്ളം കയ്യിൽ ഇങ്ങനെ തൂവിയിട്ട് വേണം ഈ മാവ് എടുക്കാനായിട്ട്. കുറച്ച് വീതം നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിത് മൊത്തം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ ബാലൻസ് ഉണ്ട്, നമുക്ക് പിന്നെ ഇതിലോട്ട് ആഡ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ അടപ്പ് വെച്ചങ്ങ് അടച്ചു കൊടുക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് എണ്ണ ചൂടാക്കാം. നമ്മുടെ മിക്സ്ചർ ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഇനി ചൂടാക്കാം. അപ്പോൾ നമുക്ക് മിക്സ്ചർ ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു കടായി എടുത്ത് അടുപ്പിലോട്ട് വെക്കാം. എന്നിട്ട് ഈ കടായി ചൂടായി കഴിയുമ്പോൾ ഇതിലോട്ട് ആവശ്യത്തിന് വേണ്ട ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ കടായി ഒന്ന് ചൂടായി വരട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ കടായി ഇവിടെ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇതിലോട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും കറിവേപ്പിലയില്ലേ, അത് രണ്ടും കൂടെ ഇട്ടിട്ട് ആദ്യം നമുക്കൊന്ന് വറുത്ത് കോരി മാറ്റി വെക്കാം. അപ്പോൾ എണ്ണ ഒന്ന് നന്നായിട്ട് ചൂടാവട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ ഇവിടെ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലോട്ട് ആദ്യം നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ നിറം മാറുമ്പോൾ തന്നെ നമുക്കിത് എണ്ണയിൽ നിന്നങ്ങ് മാറ്റാം. മിക്സ്ചറിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിത് ഇടുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് ഇതിലോട്ട് ഇങ്ങനെ പീച്ചിട്ട് കൊടുക്കാം. ഓവറായിട്ട് അങ്ങ് പീച്ചിട്ട് കൊടുക്കരുത്. ആ എണ്ണയുടെ മുകളിൽ ഒരു റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ഞാനിവിടെ ഒരു മീഡിയം ഫ്ലെയിമിലാണ് തീ വെച്ചിരിക്കുന്നത്. ഒരു പതഞ്ഞ മാതിരി ഇങ്ങനെ എണ്ണ നിൽക്കുവാണിപ്പോൾ. ആ ഒരു പതഞ്ഞ മാതിരി നിൽക്കുന്ന ആ ഒരു ഇത് മാറിക്കഴിയുമ്പോൾ നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു കറക്റ്റ് 2 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇത് തിരിച്ചിട്ട് കൊടുക്കാം.
ഈ ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. തൊടുമ്പോൾ തന്നെ ആ ഒരു ക്രിസ്പിനെസ് ഫീൽ ചെയ്യുന്നുണ്ട്. മറ്റേ സൈഡും ഇതുമാതിരി ഫ്രൈ ആയി കഴിയുമ്പോഴത്തേക്ക് നമുക്കിത് എണ്ണയിൽ നിന്നങ്ങ് മാറ്റാം. ഈ മിക്സ്ചർ ഒരു സ്ട്രെയിനറിലോട്ട് വേണം മാറ്റാനായിട്ട്. കാരണം എണ്ണയൊക്കെ പോകാൻ വേണ്ടിയിട്ട് സ്ട്രെയിനറിൽ ഇടുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മുടെ മിക്സ്ചറിൻ്റെ മറ്റേ സൈഡും റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഞാനിത് എണ്ണയിൽ നിന്നങ്ങ് മാറ്റാനായിട്ട് പോവാണ്. നമുക്കിതുപോലെ ബാക്കിയിരിക്കുന്ന മാവും കൂടെ ചെയ്തെടുക്കാം. ഇത് നമുക്കിനി തിരിച്ചിട്ട് കൊടുക്കാം. കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഇവിടുത്തെ ഒരു ഫ്ലെയിമിൻ്റെ ആ ഒരു കണക്കിന് ഞാൻ പറയുവാണേ, കറക്റ്റ് 2 മിനിറ്റാണ് ഒരു സൈഡ് വേണ്ടത് കേട്ടോ. അതായത് നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കുമല്ലോ നമ്മൾ, അതിനുശേഷം കറക്റ്റ് 2 മിനിറ്റ് കഴിയുമ്പം ആ സൈഡ് അങ്ങ് തിരിച്ചിട്ട് കൊടുക്കണം. പിന്നീട് മറ്റേ സൈഡ് ഫ്രൈ ആവാനായിട്ട് ഏകദേശം ഒരു 2 മിനിറ്റ് തന്നെ എടുക്കും കേട്ടോ. അതായത് ഇപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. കാരണം നമുക്കിത് ഇങ്ങനെ സ്പൂൺ കൊണ്ട് തൊടുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ക്രിസ്പിനെസ് ഫീൽ ചെയ്യും. ആ സമയത്ത് നിങ്ങൾ തിരിച്ചിട്ടും മറിച്ചിട്ട് ഒരു 2 തവണ വീതം അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പം മിക്സ്ചർ നന്നായിട്ട് നമുക്ക് മുരിഞ്ഞ് കിട്ടും. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ സെറ്റ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്നങ്ങ് മാറ്റാം. അപ്പോൾ ഞാനിവിടെ നമ്മുടെ മിക്സ്ചറെല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കൈ കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം, അതായത് പൊടിച്ചെടുക്കാം. നമ്മുടെ ഈസി ആയിട്ടുള്ള മിക്സ്ചർ ഇവിടെ റെഡി ആയിട്ട് വന്നിരിക്കുകയാണ്. വളരെ എളുപ്പമല്ലേ? അങ്ങനെ നമ്മുടെ മിക്സ്ചറെല്ലാം ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതാ കണ്ടോ, നല്ല കറുമുറ കിടപ്പുണ്ട്. ഇനി ഇതിൻ്റെ പുറത്തോട്ട് നമ്മൾ നേരത്തെ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ച കറിവേപ്പിലയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മിക്സ്ചർ ഇവിടെ റെഡി ആയിട്ട് വന്നിരിക്കുവാണ്. ഇനി ഇതൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഇട്ട് വെക്കുവാണെങ്കിൽ ഇത് പെട്ടെന്ന് തണുത്ത് പോകത്തൊന്നുമില്ല. നന്നായിട്ട് എയറൊന്നും കയറാത്ത നല്ലൊരു ടിന്നിനകത്ത് നമുക്ക് ഇത് ഇട്ട് വെക്കാം. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ ഈസി ആയിട്ടുള്ള മിക്സ്ചർ എങ്ങനെയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ വേഗം തന്നെ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒരു കമൻറ്റായിട്ട് പോസ്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിനി വേറൊരു റെസിപ്പിയുമായിട്ട് കാണുന്നത് വരേക്കും ടിൽ ദെൻ ഇറ്റ്സ് സൈനിങ് ഓഫ് ജിൻസി. താങ്ക് യു.